ഇതന്നെ കളിയാണോ ഇവിടെ ഇരുന്ന് കളിയാണോ? കുച്ചു 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 കുച്ചു. ടാറ്റാ ബൈ ബൈ. അവനെ മൈക്ക് കൊടുക്കാനാണ് കേട്ടോ. ചേച്ചി എന്ത് നിനക്ക് ക്യാമറ തരത്തില്ല. ഓ മക്ഡൊണാൾഡ് ഹാഡ് എ ഫാം. EIO. അതെ അപ്പത്തേക്ക് നമ്മുടെ മീറക്കൂട്ടം വന്നല്ലോ. ഹലോ മീറ, സ്കൂളിൽ പോയി റെഡിയായോ? എല്ലാവർക്കും ഹായ് പറഞ്ഞു മീറ. എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചു മീറ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ എന്ന് ചോദിച്ചേ. ആ എനിക്ക് സുഖമാണ്. ഞാൻ സ്കൂളിൽ പോവാണ്. ഓക്കെ ബൈ ബൈ കൊടുത്തേ. ബൈ ബൈ. അമ്മ എന്ത് മീറ? അമ്മ വെടി ആടുകയാണോ? എന്നോട് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ റെഡി ആവുകയാണ്. ഓക്കെ 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 ഓക്കെ. മിറക്കൊട്ടൻ്റെ മുടിയൊക്കെ നന്നായിട്ട് അമ്മ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതന്നെ ഇതന്നെ ചെറിയാണോ മുടി? ചെറി പഴമാണോ തല വെച്ചേക്കുന്നത്? പിന്നെ എന്നാ പൊട്ട് തൊട്ട് തന്നോ? ആ വെരി നൈസ് വെരി നൈസ്. കൊച്ച് മലയാളം പറയുന്നില്ല, മലയാളത്തിൽ പറയുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കൊച്ച് കഷ്ടപ്പെട്ട് മലയാളത്തിൽ പറയുന്നത് കണ്ടോ. അമ്മ അവിടെ ഉണ്ടോ? ഓക്കെ. ആ ഇതാരാ ഇത്? കാണാനില്ലല്ലോ നിമിഷ. എത്ര നാളായി കണ്ടിട്ട്? അതെ അതെ ഒത്തിരി നാളെ നമ്മള് വീഡിയോ എടുത്തിട്ട് കേട്ടോ. ഓണമൊക്കെ ഉടമ്പരേ. ഓണം ഇനി വരികയല്ലേ, ഞങ്ങളുടെ നാളെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ അസോസിയേഷന്റെ പരിപാടി കേട്ടോ. അന്ന് പോയിട്ട് നാളെ തൊട്ട് പതുക്കെ തുടങ്ങുകയാണ് ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ. അതെ അതെ അതുപോലെ നമുക്ക് ഓണത്തിന്റെ അന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫാണ് ഭാഗ്യത്തിന്. അപ്പൊ അന്ന് നമുക്ക് ഓണം നല്ല അടിപൊളിയാക്കണം. തിരുവോണത്തിന്റെ അന്ന് നമുക്ക് അവധിയാണ്. സദ്യയൊക്കെ മേടിച്ച് ഫ്രോസൺ സദ്യയൊക്കെ മേടിച്ച്. അതെ പിന്നെ പായസം പറ്റുവാണെങ്കിൽ ഉണ്ടാക്കണം. ഞാൻ വിചാരിക്കുന്ന ഒരു അടപ്രഥമനോട് ഉണ്ടാക്കാന്ന്. പായസം ഉണ്ട് കേട്ടോ, എന്നാലും നമുക്ക് ഒരു അടപ്രഥമനോട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ഏതായാലും നീ പിള്ളേരെ കൊണ്ടുവിടാൻ റെഡി ആയല്ലേ? ഞാൻ കൊണ്ടുവിടാന്ന് ഓർത്തത്. നീ റെഡി ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് വരാം. ഇപ്പൊ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി. എന്താ പിന്നെ നീ പിള്ളേരെ വേഗം പോയി കൊണ്ടിട്ടോ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയാ പറയാം അല്ലേ? ഓക്കെ നിമിഷം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടൈഗറും അണ്ണാൻകുട്ടിയും ഇവിടെ പോലെ ടൈഗറും അണ്ണാൻകുട്ടിയും ടൈഗർ കൊണ്ടാണ് റീവ് പോകുന്നേ. അതെ 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 കണ്ടോ, ഇതാണ് റീവിന്റെ അണ്ണൻ. ഭയങ്കര ഇഷ്ടമാട്ടോ ഇത് രണ്ടും കൊണ്ട് റീവ് എവിടെ വേണം പോകുന്നു. ചെരിപ്പിട്ടെ. പുറത്ത് നല്ല മഴയാട്ടെ ഇന്ന്. നല്ല മഴയുള്ള ദിവസം. മഴക്കാറ് കണ്ടോ നിങ്ങൾ? രാത്രി നല്ല മഴ പെയ്തിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അവൻ്റെ പാട്ട് ഇതുവരെ തീർന്നില്ല റീവിൻ്റെ. ഇതേ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. വെള്ളത്തിൽ ഇപ്പോൾ ഒറ്റ ചാട്ടം ചാടും. മിറായ്ക്ക് പിന്നെ വെള്ളം കണ്ട പിന്നെ പുള്ളിക്കാരിക്ക് അങ്ങ് തുടങ്ങും കേട്ടോ ചാടാനും. മിറ ചാടല്ലേ മേത്ത് മൊത്തം വെള്ളമാവും കേട്ടോ മോനെ. പിള്ളേരെ കൊണ്ടുവിട്ടു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? പക്ഷെ അവര് ബഹളം നടന്നോ? നിമിഷമായിട്ടോ കൊണ്ടുവിട്ടത്. നമ്മളിവിടെ നമ്മളെ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, നമ്മളിങ്ങനെ പോകുമ്പം നമ്മുടെ വലതുവശത്ത് ഒരു ഷോപ്പിംഗ് സെൻറ്റർ പണിയുന്ന നിങ്ങളെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ജസ്റ്റ് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ. വില്ലേജ് സൗത്ത് ലേക്സ് കണ്ടോ നിങ്ങൾ കണ്ടോ? ഞങ്ങളിവിടെ സൗത്ത് ലേക്സിലുള്ളവർക്കൊക്കെ ഭയങ്കര ഒരു ഉപകാരമാണ്. നമുക്ക് നേരെ നടന്നു വന്നാൽ മതി. 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ നടന്നാൽ മതി. നമ്മളെന്ന് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വരും എന്ന്. പെട്ടെന്ന് അവസാനം നമ്മുടെ വീടിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് നടന്നു പോയി സാധനങ്ങൾ കോൾസ് ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ ഇന്ത്യൻ ഗ്രോസറി സ്റ്റോർ വരെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ നടന്നു വന്ന് ഈവൻ ചാച്ചനമ്മയൊക്കെ വരുവാണെങ്കിലും അല്ലെ പപ്പയും മമ്മയൊക്കെ വരുവാണെങ്കിലും അവർക്ക് നടന്നു വന്ന് മേടിക്കാവുന്നേ ഉള്ളൂ. വലിയ സന്തോഷമാവും കേട്ടോ അവർക്കൊക്കെ. ഒന്ന് നടന്ന് സാധനം മേടിച്ചോണ്ട് വരാമല്ലോ. നടക്കാൻ ഇഷ്ടമാണല്ലോ. നമ്മുടെ ഈ കഫേ ഓപ്പൺ ആയിട്ടില്ല. ഈ ഫ്രണ്ടിലൊക്കെ 2-3 കഫേ ഒക്കെ വരാനുണ്ട്. ഇവിടെ മൊത്തം കഫേസ് ആണ് കേട്ടോ. 4-5 കഫേസ് ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വരും. അതൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ. ഇത് കണ്ടോ നമ്മുടെ മാളിന്റെ ഫ്രണ്ട് വശം കണ്ടോ? കോൾസ്, ലിക്കർ ലാൻഡ് എല്ലാ സാധനവും ഉണ്ട്. എല്ലാ പക്ഷേ വേറെ എന്നെ വേണം. ഭയങ്കര സന്തോഷം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷേ ഒരു നാച്ചുറൽ രീതിയിലല്ലേ അവര് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷെ നല്ല വെറൈറ്റി ആയിട്ടല്ലേ. അതെ അതെ നമുക്കിവിടെ ഫ്രണ്ടിലൊക്കെ കുറെ ഷോപ്പുകൾ ഇനി തുറക്കാനുണ്ട്. ഫുള്ള് ലൈവ് ആയിട്ടില്ല. മെയിനായിട്ട് കോൾസും പിന്നെ കുറച്ച് കഫേസും പിന്നെ ഷോപ്പും അതെ അതൊക്കെയാണ് ഓപ്പൺ ആയത് കേട്ടോ. പുറത്ത് നിന്ന് നീ മഴ കൊള്ളണ്ട. ഈ കഫേ ഒക്കെ തുറക്കുന്നുള്ളതാണ്. റെഡ് ലെറ്റർ കഫേ.
ഇതിനടി ന്യൂസ് ഏജൻസി ന്യൂസ് ഏജൻസി, ഇത് റിജക്ട് ഷോപ്പ് ആണോ? ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ കോൾസ് ആട്ടോ നമ്മുടെ, അല്ലാതെ ഈ റീജിയണിലെ ഏറ്റവും വലിയ കോൾസ് ആണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നു. അടിപൊളി ആണ്. നമ്മൾ പറഞ്ഞ സുഷി സ്റ്റോർ ഇതല്ലേ നിമിഷം? അതാണ് കേട്ടോ സുഷി സ്റ്റോർ. എന്തുമാത്രം സാധനങ്ങളാണെന്ന്. അടിപൊളി. ആ ഫാർമസി ഉണ്ടല്ലോ നിമിഷം. ഫാർമസി ഓപ്പൺ ആയിട്ടോ. നമുക്കൊരു ഫാർമസി ഓപ്പൺ ആയല്ലോ. ഞങ്ങളപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റോറി കയറിയപ്പോഴത്തേക്കും നമ്മുടെ താരം ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ജിസ്ന ചേച്ചി. സകലകലാ വല്ലഭിയാണ് കേട്ടോ. ഡാൻസും പാട്ടും എല്ലാം ഉണ്ട്. അപ്പുറത്തെ ചിസി ചേച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മിറയുടെ ഫ്രണ്ടിന്റെ ഷോപ്പാട്ടോ. അതെ അതെ അതെ. പിന്നെ മേടിച്ചോ? ഷോപ്പിംഗ് കഴിഞ്ഞോ? മേടിച്ചോ? ഏതായാലും നമുക്കൊരു വലിയ കാര്യമല്ല ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ വന്ന കേട്ടോ. അല്ലേ, നമ്മളത് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അതെ, കണ്ടതിലും സന്തോഷം. എല്ലാ സാധനം മേടിച്ചു ചേച്ചി. അടിപൊളി ഷോപ്പ് അല്ലേ? അത് ഇന്നിപ്പോ ആദ്യമായിട്ടാ വരുന്നത് ചേച്ചി പറഞ്ഞോളൂ. ഞങ്ങളിത് 3 പ്രാവശ്യം വന്നു ഓൾറെഡി. എല്ലാ സംഭവം ഉണ്ട്. പിന്നെ നമ്മുടെ മിറയുടെ ഫ്രണ്ടിന്റെ ഷോപ്പാട്ടോ ഇത്. ജാപ്പനാസ് മിറയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം അവരിത് ഇവിടെ ഉണ്ട് കേട്ടോ. ജാപ്പനാസിന്റെ മമ്മിയും ഡാഡിയാണത്. നമ്മുടെ ജിസ്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. മുടി വെട്ടുന്നു. ഭയങ്കര ഡയറിലേക്ക് അടിച്ച് മുടി വെട്ടുന്നുണ്ട്. ഹലോ കോൾസിനകത്ത് കയറുന്നുണ്ടോ? കോൾസിനകത്ത് ഒന്നും മേടിക്കില്ല. ഇവിടുന്ന് എന്തെങ്കിലും മേടിക്കണം. ജപ്പാനസിന് നമുക്ക് പുളിയിഞ്ചി ഉണ്ട്. എല്ലാ അച്ചാറുകളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതെടുത്താലോ, പ്രോൺസ് അച്ചാർ എടുത്താലോ. കാരണം നമുക്ക് അല്ലാതെ മേടിച്ച അച്ചാറുകളൊക്കെ ഉണ്ട്. ഒത്തിരി ഇഷ്ടംപോലെ അച്ചാറാ. പരിപ്പൂടെ എടുക്കാം, സാമ്പാർ വെക്കാനുണ്ട് പരിപ്പൂടെ എടുക്കാം. ഇന്ത്യൻ സാധനങ്ങൾ മേടിക്കാൻ വേറെ എവിടെയും പോകണ്ടോ. എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മിറക്കുട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ജപ്നാസിന്റെ കടയാണ് കേട്ടോ. അവരുടെ സ്റ്റാറ്റസിലൊക്കെ കണ്ടപ്പോഴും വിചാരിച്ചില്ല ഞങ്ങളോട് ഫ്രണ്ട്സിന്റെ ആയിരിക്കും എന്നാണ് ഓർത്തത് കേട്ടോ. പിന്നെയാണ് ഇപ്പൊ അറിഞ്ഞത് ഇവരുടെ ആണെന്നുള്ളത്. സർപ്രൈസ് ആയിപ്പോയി, ഭയങ്കര സർപ്രൈസ്. പിന്നെ അവര് പറഞ്ഞു അതുപോലെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊരു ചായ നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് എടുത്തു കേട്ടോ. സൂപ്പർ കട. എല്ലാ സാധനവും അവർ കുറെ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ. ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഫാർമസി ഒന്നും മേടിക്കില്ല. പക്ഷേ പ്രൈസ് ആൻഡ് ഫാർമസി വന്നത് വലിയ കാര്യം കേട്ടോ. കൊള്ളാം. ഇനിയിപ്പോ ഒന്നും മേടിക്കാൻ പുറത്തേക്ക് പോകണ്ട. നമുക്ക് കോൾസിനകത്ത് കയറുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എപ്പോഴും കാണുന്നതായിരിക്കും സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റ്. പക്ഷെ നല്ല വലിപ്പമുണ്ട്. പിന്നെ ഇത് വേറൊരു കഫയാണ് കേട്ടോ, ബൊബ. ഇതിനകത്ത് ബബിൾ ടീസും കാര്യങ്ങളൊക്കെ മേടിക്കും. എടി സുഷി മേടിക്കുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചോട്ടോ. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ പയ്യെ പോവാം. ജബ്നാസിന്റെ മമ്മി കേട്ടോ അത്. അപ്പോൾ നല്ല മഴ കൂടിയല്ലോ. അതെ അതെ അതെ, നമുക്ക് വിട്ടാലോ? അയ്യോ മഴ പെയ്യൂലോ. അയ്യോ ഭയങ്കര മഴ. നേരെ കിടക്കുന്നാടി. അതെ ഓടി പോവാം. ഭയങ്കര മഴയല്ലേ മഴ വന്നത്. നമ്മളെ അപ്രതീക്ഷിതമായിട്ട് വന്നാലും ഒരുപാട് പേരെ കണ്ടിട്ടോ. ഇഷ്ടംപോലെ മലയാളീസിനെ ഈ മാളിൽ വന്നാല് നമ്മുടെ ആൾക്കാരെ ഒത്തിരി പേര് കാണാൻ പോലും. നമ്മുടെ ജിസ്ന ചേച്ചിയെ കണ്ടു, ടിസി ചേച്ചിനെ കണ്ടു. ടിസി ചേച്ചിനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ. വർക്ക് ചെയ്യുന്ന ആ ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ജപ്പുവിന്റെ പപ്പേനെ മമ്മീനെ ഉണ്ടായിരുന്നു. അതെ അതെ, അവരുടെ വീട് തൊട്ടടുത്താണ് കേട്ടോ. പക്ഷെ നല്ല കാര്യം കേട്ടോ, അവരിവിടെ സെറ്റിൽ ആയി. ഇപ്പൊ ഒരു കടയും കൂടെ തുടങ്ങിയപ്പോ ഭയങ്കര കാര്യമായി അല്ലേ? നല്ല ക്യൂട്ട് കടയല്ലേ? സത്യമായിട്ട് ഏഷ്യൻ സൗത്ത് ലേക്സ് എന്നാണ് കേട്ടോ അവരുടെ ഇതിന്റെ പേര്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. മെയിനായിട്ട് നമ്മൾ ഈ അടുത്ത് കുറച്ച് ഇന്ത്യൻ ഷോപ്പ് ഗ്രോസറി കഴിഞ്ഞതാണ്, നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞാണ്. അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും മേടിക്കാൻ അവിടെ നിന്ന് ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, വീട് ഒന്ന് അടുക്കി പറക്കണം. വലിയ വൃത്തിയായിട്ടില്ല, സാധാരണ അലമ്പാവുന്ന പോലെ അലമ്പായിട്ടില്ല കേട്ടോ. ഇച്ചിരി വൃത്തിയുടെ ആട് എല്ലാം ഒക്കെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി കഴുകണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഡിഷസ് ഒക്കെ ഉണ്ട്, അത് ഡിഷ് വാഷറിൽ വെക്കുക. പിന്നെ നമ്മുടെ ഫ്ലോറൊക്കെ നമ്മുടെ റോബോട്ടിൻ്റെ ഒക്കെ ഫ്ലോറിൽ കൂടെ ഒക്കെ ഒന്ന് വിടുക. അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ പിന്നീടുള്ള പരിപാടി. അതുപോലെ നിമിഷിക്കുന്ന ഡ്യൂട്ടി ഉണ്ട്, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കയറി പറഞ്ഞൊക്കെ ചെയ്യാം കേട്ടോ. ഇതെന്നാ നിമിഷം നീ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? അല്ല, ഞാൻ പിള്ളേർക്ക് കുറച്ച് പാസ്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ, ആരും ഒന്നും അധികം കഴിച്ചില്ല കേട്ടോ. ഇതുണ്ടോ വെറുതെ ഉണ്ടാക്കി വെച്ച്. മിറായിക്ക് ഭയങ്കര, അവള് സ്കൂളിൽ നിന്നൊക്കെ കഴിക്കും പാസ്ത. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് വലിയ ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല കേട്ടോ. എന്താ സംഭവം എന്ന് അറിയത്തില്ല.
അപ്പം റീവ് ഒട്ടും കഴിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ ഫുഡാണ് കേട്ടോ ഇഷ്ടം. നമ്മുടെ മലയാളികളുടെ ഫുഡാണ് ഇഷ്ടം, നാടൻ ഫുഡാണ് അവന് ഇഷ്ടം. ഇവൾക്ക് ഇച്ചിരി എനിക്ക് സ്കൂളിലൊക്കെ കഴിക്കുന്ന, അവനവിടെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒന്നും കഴിക്കില്ല. ഇവിടുത്തെ നമ്മുടെ ഫുഡേ കഴിക്കുള്ളൂ കേട്ടോ. നമുക്ക് രാവിലെ ഇച്ചിരി മുട്ട, നിമിഷയുടെ പതിവ് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നിമിഷ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അതിനിപ്പം കഴിക്കണം. കഴിക്കണം. പിന്നെ ഇന്നലെ ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കി. സൂപ്പർ ചിക്കൻ കറിയാണോ, ഒന്നും പറയാനില്ല. കീടിലും ചിക്കൻ കറിയും പിന്നെ അതൊക്കെ നമുക്ക് കാണിക്കാല്ലേ, അതിന്റെ അകത്തിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ കിഴങ്ങ് കറി. നിമിഷ ഒന്നും പറയാനില്ല, സൂപ്പർ കിഴങ്ങ് കറിയാണ് കേട്ടോ. ഇപ്പൊ വലിയ ഭംഗിയൊന്നുമില്ല, കാണാനുള്ള ഭംഗി നോക്കണ്ട കേട്ടോ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ചിക്കൻ കറി നിമിഷ കാണാനും നല്ല ഭംഗിയുണ്ട്, ടേസ്റ്റും സൂപ്പർ ആണ് കേട്ടോ. ചിക്കൻ കറി ഇന്നലെ ഉണ്ടാക്കി ചിക്കൻ കറി കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയാണ്. തണുപ്പത്ത് തണുത്തുറഞ്ഞിരിക്കും. ഇനിയിപ്പോ ഇതൊന്ന് ചൂടാക്കി ഞങ്ങൾ ഇന്ന് കഴിക്കും കേട്ടോ. നല്ല സൂപ്പർ ചിക്കൻ കറി. നമ്മള് രാവിലെ നിമിഷം കഴിക്കുന്നത് ഇച്ചിരി പൊറോട്ട ചിക്കൻ കറി വേണോ, ചോറ് വേണോ? ഞാനൊരു കാര്യം, പാസ്ത ഇനി കളയണ്ടേ, ആ പാസ്തയും ചിക്കൻ കറിയും കഴിക്കാം അല്ലേ. അതുപോലെ നമ്മള് അല്ലാതെ പെസ്തോ പാസ്ത മേടിച്ചിട്ടുണ്ടല്ലേ ചായ, ബേസിൽ പെസ്തോ പാസ്ത. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ ഇച്ചിരി കഴിക്കും. ഞാൻ പിള്ളേരുടെ ലെഫ്റ്റ് ഓവർ കഴിക്കാം. ആരെങ്കിലും കഴിച്ചാലേ തീരത്തുള്ളൂ. ചാച്ചൻ ഇതുപോലെ കേട്ടോ, വീട്ടില് ഇതുപോലെ മിച്ചം വരുന്ന കഴിക്കുന്ന ആളാണ് ചാച്ചൻ. ഇവിടത്തെ മിച്ചം വരുന്നത് കളയുന്ന ഇഷ്ടമല്ല. എനിക്ക് അതുപോലെ തന്നെ ഫുഡ് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല. ഇവിടുത്തെ മിച്ചം വരുന്നത് ഞാൻ കഴിക്കും. അല്ല നിമിഷ, പയ്യെ നമുക്ക് പാസ്തയും ചിക്കനും എടുക്കാം, കഴിക്കാം. പിള്ളേരുടെ പാസ്ത. നിമിഷയ്ക്ക് ഇച്ചിരി പെസ്തോ, നിമിഷയുടെ ഫേവറേറ്റ്. ചോറ് വേണ്ട, ചോറ് വേണ്ട. ചോറ് നീ വേണേ കഴിച്ചോളൂ, എനിക്ക് വേണ്ട. നമ്മുടെ ചിക്കൻ കറി ചൂടായിക്കൊണ്ടിരിക്കുന്നു. നിമിഷ കിഴങ്ങൊന്നും ചൂടാക്കേണ്ട കാര്യമില്ലല്ലോ നിമിഷ. കുഴപ്പമില്ലായിരിക്കും, കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പിന്നെ അങ്ങനെ വലിയ പ്രശ്നമില്ല. പിന്നെ ഈ തണുപ്പാണ് അങ്ങ് ഉറഞ്ഞു പോകും. ഇവിടെ നമ്മൾ ഈ വീട്ടിൽ കഴിക്കുന്ന പോലെ ആ ഒരു ഇതിൽ കിട്ടത്തില്ല കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ അപ്പാപ്പ ചൂടാക്കി. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് മൈക്രോവേവ് ചെയ്യുന്ന ഇഷ്ടമല്ല. തണുപ്പാണെങ്കിലും സഹിച്ചാൽ കഴിക്കുമല്ലോ. അത്യാവശ്യം ചൂടാക്കേണ്ട സാധനങ്ങൾ ഇതുപോലെ ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ ചൂടാക്കുള്ളൂ. ചിക്കൻ ഇപ്പം ഞങ്ങൾ കഴിക്കും കേട്ടോ, അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളായിട്ട് അങ്ങ് ചൂടാക്കുവാണേ, കുറച്ചല്ലേ ഉള്ളൂ. ചിക്കൻ കറി ചൂടായിട്ടുണ്ട്. ഇച്ചാന് ഏതാ, ബോണാണോ വേണ്ടത്? ബോണല്ലേ ഇച്ചാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കിഴങ്ങ് കേട്ടോ, കിഴങ്ങ്. പിന്നെ അത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കിയ പാസ്ത, പിന്നെ അതുപോലെ ചിക്കൻ കറി. ഞങ്ങളുടെ ഫുഡ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്, എന്തോ ഒരു കോമ്പിനേഷനും ഇല്ലാന്ന് ഓർക്കും കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടാണോ നിങ്ങൾ തടി കുറയ്ക്കുന്നത്, വണ്ണം കുറയ്ക്കുന്നത്? ചോറ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മതിയോ? ചോറ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഉള്ള പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ. പിന്നെ മിച്ചം വന്നാൽ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അല്ലേ. അന്നേരം ഡയറ്റ് നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ ഭക്ഷണം കളയുന്നതിനോട് തീരെ താല്പര്യമില്ല. അതെ അതെ അതെ. പിന്നെ ഞങ്ങള് കൂടുതലും ചോറ് ഉണ്ടാക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല മണമുണ്ട്. ചിക്കൻ കറി നീ എങ്ങനെ ഉണ്ടാക്കി നിമിഷ? ഒന്നും പറയാനില്ലല്ലോ. ഈയിടെയായിട്ട് നിന്റെ കൈപ്പുണ്യം വല്ലാണ്ടങ്ങ് നന്നാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. അതെ, സ്ഥിരം നീ തന്നെ ഉണ്ടാക്കിക്കോ. സ്ഥിരം നീ തന്നെ ഉണ്ടാക്കിക്കോ. അടിപൊളി കേട്ടോ, അടിപൊളി. അമ്മയുടെ കൈപ്പുണ്യം, മമ്മിയുടെ കൈപ്പുണ്യം ഒക്കെ. പിന്നെ അവരുടെ നിന്നൊക്കെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മമ്മി ഇവിടെ പ്രത്യേകിച്ച് നിന്നപ്പോഴായിരുന്നതിലൊക്കെ ഒത്തിരി എന്താ പറയാ കണ്ടുപിടിച്ചതാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അവരുടേതും കണ്ടുപിടിക്കും. പിന്നെ പിന്നൊരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ചിലപ്പോൾ ഞാൻ ഇപ്പൊ പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ പല രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഇന്നലത്തെ സൂപ്പർ ആയിരുന്നു അല്ലേ ചായ? നല്ലതായിട്ട് എനിക്കും ഇഷ്ടപ്പെടും. കഴിക്കാം. ഇതിപ്പോ കൈകൊണ്ട് കഴിക്കണോ സ്പൂണും കൊണ്ട് കഴിക്കണോന്നാ? പാസ്ത ഉള്ളത് കൊണ്ട് നമുക്ക് ഫോർക്ക് കൊണ്ടൊന്ന് കഴിച്ചേക്കാം. നല്ല ഡിഷ്. ഇതൊക്കെ എന്താണോ പിള്ളേർ കഴിക്കാത്ത അല്ലേ? മിറ എന്നാ പോലും ബ്രീവിന് പിന്നെ പോട്ടെ, അവന് ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമല്ല എന്ന് പറയാം. നല്ല ഡിഷ് കേട്ടോ. ചിക്കൻ എന്തായാലും കൈകൊണ്ട് കഴിക്കേണ്ടി വരും, കാരണം അവൾ ഇട്ടേക്കുന്ന മൊത്തം എല്ല് പീസ് ആട്ടോ. എനിക്ക് ഞാനൊരു ബ്രസ്റ്റ് പീസ് ഇട്ടാരാണ് എനിക്ക് വെയിറ്റ് എന്റെ തുറന്നെടുത്ത് കഴിക്കുക. ഞാൻ എല്ലിന്റെ ആളാണ്, അതാണ്. നല്ല കേട്ടോ, നല്ല ഡിഷ് ഉണ്ടോ. ആദ്യം പാസ്ത എടുക്കാം കേട്ടോ. ഇതിനിവിടെ പെസ്തോ പാസ്ത എന്ന് പറയും. പെസ്തോ എന്ന് പറയുന്നത് നമ്മുടെ ബേസിൽ ലീഫൊക്കെ നമ്മുടെ തുളസി പോലെ ഇരിക്കുന്ന ഒരു ഇല അരച്ചുണ്ടാക്കുന്ന ഒരു പേസ്റ്റാണ് പെസ്തോ. ഞാൻ പൊതുവെ പാസ്ത കഴിക്കുന്ന ആളല്ല, പക്ഷെ ശരിക്കും പെസ്തോയ്ക്ക് ഇച്ചിരി കയ്പാ. പക്ഷെ ഇതിൻ്റെ അകത്ത് അവർ മയണൈസും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതാണ് എനിക്ക് ഇത്ര ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, കഴിക്കാം. അല്ല, ഇടയ്ക്കൊക്കെ കഴിക്കണത് നല്ല കേട്ടോ. നമ്മുടെ ചിക്കൻ കറി പൊളിയല്ലേ, ഒന്നും പറയില്ല. എന്നാ പിന്നെ നമുക്ക് വയ്യ കഴിച്ചേക്കാം. കഴിച്ചിട്ട് കാണാം അല്ലേ. നിമിഷ കരയുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാം കേട്ടോ. ഒരാളുടെ ജീവിത ചരിത്രം പറയുമ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷ 8 സീസൺ അല്ല എപ്പിസോഡാണ് ഓൾറെഡി.
നീ എന്തിനാ കരയുന്നതിന്? നോക്കിയാ നിമിഷ നോക്കട്ടെ. ആണോ? ആണോ? പിന്നെ തീർച്ചയായിട്ടും കണ്ണീരങ്ങ് തുടച്ചു ഇനി വേണമെങ്കിൽ. ഞങ്ങൾ നമ്മുടെ ജപ്പനാസിന്റെ കടയിൽ നിന്ന് മേടിച്ച ഇത് കഴിക്കുമായിരുന്നു കേട്ടോ, സോൻ പപ്പടി. എന്നാ ടേസ്റ്റ് നിമിഷ? ഓൾറെഡി ഞങ്ങൾ 2-3 പീസ് കഴിച്ചു കേട്ടോ. നല്ല സൂപ്പർ സാധനം. ഇതിനെന്നാ പറയാ, സോൻ പപ്പടി അല്ലേ ഇത്? എന്തൊക്കെയോ നെയ്യും കാഷ്യും ഒക്കെ കൂടുതലുണ്ട് കേട്ടോ. സൂപ്പർ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതേ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അല്ലേ നിമിഷ? കിടലിനൊരു സർപ്രൈസ്, നിമിഷയുടെ ഒരു വലിയൊരു മോഹം പൂവണിഞ്ഞു എന്ന് വേണമെങ്കിൽ എനിക്ക് സാധിച്ചു തന്നു കേട്ടോ. പറയാം കേട്ടോ. കുറെ ദിവസമായിട്ട് ഇങ്ങനെ കുറെ നാളുകളായിട്ട് പറയുമായിരുന്നു കേട്ടോ, എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണം എന്ന്. നമ്മൾ പാട്ടുമൊക്കെ പാടുന്നോണ്ട് അതില്ലാതെ നമുക്കങ്ങ് പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ നാളായിട്ട് നിമിഷം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇച്ചാന്റെ പ്രയത്നത്തിലൂടെ ഇച്ചാൻ ഞങ്ങൾ മേടിച്ചു കേട്ടോ. മൈക്ക് മേടിച്ചു തന്നു കേട്ടോ. മൈക്കും ഇതാണ് സാധനം, സ്പീക്കർ വിത്ത് മൈക്ക്. അതെ, 2 മൈക്ക് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇതിനകത്തിരിക്കും. ഇപ്പൊ ഞാൻ ഒരെണ്ണം വെച്ചിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടാണ് ഇവിടെ. പിന്നെ ഇവിടെ ചിലവരുടെ ഉള്ളിലെ ഇങ്ങനെ പാട്ട് കഴിവ് പുറത്തു വരുന്നുണ്ട്, ചാടി വരുന്നുണ്ട്. ചാനെ തന്നെ വേറെ അയ്യോ എന്നോ പാട്ടാന്ന് പറയാം. ഞാൻ വേണമെങ്കിൽ കുറച്ചതിനകത്ത് ഇടാട്ടോ. വെച്ചാൽ പാടി ഒരു പാട്ടുണ്ട് ശാലം ഇടാവോ വെച്ചാൽ ഞങ്ങളിപ്പം ഭയങ്കര പാട്ടാട്ടോ. രണ്ടുപേരും ഡ്യൂറ്റ് പാടും. ഒന്നിട്ട് പാടുപിടിച്ചാൽ നല്ല സൗണ്ടാണ്. നീ അവൾ എന്നെ പാടിക്കാൻ വേണ്ടിട്ട് പറയുന്നതാണ് കേട്ടോ. പക്ഷെ എന്താണെങ്കിലും ഇത് ഒരു സ്കിഡിലൻ ഒരു വയർ ഒരു സ്പീക്കർ കേട്ടോ, ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാട്ടോ. അടിപൊളി സാധനം അല്ലേ? നമുക്ക് ഫോണിനകത്ത് ഇങ്ങനെ പാട്ട് വെച്ചാൽ നമുക്ക് കരോക്കെ ഇട്ട് പാടാം. ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു പാട്ട് വെക്കാം. നല്ല സൗണ്ട് ഉണ്ടല്ലോ. നിമിഷം അപ്പം ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യാണ് കേട്ടോ. കണക്ട് ആയോടി? പാട്ട് കണക്ട് ചെയ്തോ. ഞാൻ പോവാണ് കേട്ടോ. ശരിയെന്നാ. റെഡിയായോ? റെഡിയായി. നിമിഷ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പാട്ടൊക്കെ തകർത്തിട്ട് ഇവിടെ പാട്ട് കച്ചേരിയാണെന്ന് കുറച്ചു നേരം. പിന്നെ നീ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയില്ലേ? അതെ, ഞാൻ കുറച്ചു നേരം ഭയങ്കര രാവിലെ എഴുന്നേറ്റായിരുന്നേ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെറുതായിട്ട് ജിമ്മിലും കൂടെ പോയി കേട്ടോ. ഒരു 1/4 മണിക്കൂർ കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ജിമ്മിൽ പോയി തിരിച്ചു വന്നു. അപ്പം ഇനിയിപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ വിഷ? ഡ്യൂട്ടിക്ക് പോകുന്നു. നാളെ നമ്മുടെ ഇവിടുത്തെ ചെറിയൊരു ഓണം സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ. പറ്റുവാണെങ്കിൽ നമുക്ക് കാണിക്കാം. നമ്മുടെ മലയാളി അസോസിയേഷൻ്റെ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അവിടെ പോയി നന്നായിട്ട് സദ്യയൊക്കെ കഴിക്കണം അല്ലേ വിഷ? ഡ്രസ്സൊക്കെ നല്ല ഡ്രസ്സൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇട്ട് റെഡി ആയിട്ട് പോകണം അല്ലേ? അപ്പൊ പിന്നെ നിമിഷം ഇനി പ്രത്യേകിച്ച് പാട്ടൊന്നും പാടുന്നില്ലല്ലോ? ഇല്ല, നമ്മുടെ പാട്ടൊക്കെ ഓൾറെഡി അവള് പാടി. ഉറക്കക്ഷീണം തോന്നുന്നു, മുഖത്തുണ്ടല്ലോ. ഉറക്കം ഇതുവരെ എണീറ്റില്ലേ? കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ, ഒരു 20 മിനിറ്റ് ഉറങ്ങിയുള്ളൂ. 20 മിനിറ്റ് ഉറങ്ങിയോ? ഓക്കെ. ഇനിയിപ്പം പിള്ളേരെ പോയി വിളിച്ചോണ്ട് വരണം, ബാക്കി ജോലിക്കും കയറണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ പോയി അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ഓണമൊക്കെ അടിപൊളിയാണോ എന്നൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം അല്ലേ? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പറയണം കേട്ടോ. അതുപോലെ നമ്മളും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും അല്ലേ വിഷ? അതെ, ഉറപ്പായിട്ടും. നാളെ മറ്റന്നാൾ ഓഫാണ്, അപ്പം അതിൻ്റെ സന്തോഷം. 2 ദിവസം ഓഫ് ഉണ്ട്, ഇന്നും കൂടെ പോയാൽ മതി. എനിക്കും 2 ദിവസം ഓഫാണ്. അപ്പം ഇനി കൂടുതൽ അല്ലേ ദീർഘിപ്പിക്കുന്നില്ല, നിമിഷിക്കും പോകാൻ സമയമായി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരില്ല വിഷ? ഉറപ്പായിട്ടും കിട്ടലും വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും ബൈ. Hey,